ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് എങ്ങനെ പെട്ടെന്ന് തയ്ക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു ബ്രൊക്കേഡ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിലൊന്ന് മടക്കി വെക്കുക. നീളത്തിൽ മടക്കി വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് വീതി കിട്ടുന്നത്. ആ 8 ഇഞ്ച് വീതിയിൽ നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ടത്തെ ഭാഗം ഒന്ന് മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ട് ഭാഗം മാത്രമാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് ലെങ്ത്തിൽ അളന്നെടുക്കുക. 10 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് എടുക്കുന്നത്. പിന്നെ നെക്കിൻ്റെ വിടുത്ത് എടുക്കുന്നത് 2 ഇഞ്ച്. അപ്പോൾ 2 ഇഞ്ച് നെക്കിൻ്റെ വിടുത്ത് എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴെ നെക്കിൻ്റെ ഭാഗം ലെങ്ത്ത് എടുക്കുന്നത് 4 ഇഞ്ച്. 4 ഇഞ്ച് ലെങ്ത്തും പിന്നെ 2 ഇഞ്ച് വിടുത്തിലുള്ള ഒരു നെക്ക് മാർക്ക് ചെയ്യുക. പിന്നെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് 10 ഇഞ്ച് എടുത്തില്ലേ, അതിൻ്റെ ആ മേലേക്ക് നമ്മൾ 2 ഇഞ്ചിലും ഒരു അടയാളം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പെറ്റൽ ഷേപ്പിൽ നമ്മൾ നെക്കിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു വേറെ ഷേപ്പിലുള്ള ഒരു കഴുത്താണ് കേട്ടോ നമ്മൾ തയ്ക്കാൻ പോകുന്നത്. പിന്നെ ഈ 2 ഇഞ്ച് വിടുത്ത് തന്നെ അങ്ങോട്ട് താഴേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ആ ഭാഗത്ത് നമുക്ക് 1.5 ഇഞ്ച് വിടുത്തിലാണ് ആ ഒരു പീസ് കിട്ടുന്നത്. പിന്നെ ആ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ 10 ഇഞ്ച് എടുത്തില്ലേന്ന്, അവിടെ നിന്ന് അങ്ങോട്ട് 4 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് ഈ നേരെ വരച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ടാണ് 4 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് 4 ഇഞ്ചാണല്ലോ എടുത്തത്, അതേപോലെ തന്നെ കൈക്കുഴി 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗമൊക്കെ അടയാളപ്പെടുത്തി പിന്നെ എന്നിട്ട് നമ്മൾ ഈ കൈക്കുഴി ഒന്ന് കുറച്ചിങ്ങനെ കുഴിച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരും, ഒരു പെറ്റൽ ഷേപ്പിൽ ഇങ്ങനെ നീളത്തിൽ അങ്ങനെ വരും. നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പുള്ളൊരു പോലെ ഇട്ട് നമുക്ക് കഴുത്ത് കിട്ടുക. ഇനി നമുക്ക് ഈ കയ്യിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ ഭാഗം ഇങ്ങനെയാണ് ഇട്ട് വരിക. പിന്നെ കൈക്കുഴിൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ വളച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല, ഇങ്ങനെ കാണുമ്പം ഈ ഒരു ഷേപ്പിലാണ് ഇട്ട് വരിക. പിന്നെ ഇത് 2 ഭാഗമായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഈ കയറ് ബാക്കിൽ കയറ് കെട്ടാനുള്ള ടൈപ്പാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ 2 സൈഡൊന്ന് ഒരുപോലെ എഡ്ജ് ഒരുപോലെ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ലൈനിങ് ഒന്ന് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് വേണമല്ലോ. അപ്പോൾ അതിന് ലൈനിങ് എടുത്തതിന് ശേഷം ക്രേപ്പ് ലൈനിങ്ങാണ് ഞാൻ എടുത്തത്. അതെടുത്തതിന് ശേഷം ഇതേ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ നമ്മൾ ഒറിജിനൽ പീസിൻ്റെ അതേ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ ഈ ഷേപ്പിൽ ഒന്ന് തയ്ച്ചു കൊടുക്കുക. പിന്നെ കൈക്കുഴിൻ്റെ ഭാഗം 2 സൈഡായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക. ഈ അടിഭാഗം ഇതേപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കൈക്കുഴിൻ്റെ ഭാഗം ഉണ്ടാവുമല്ലോ, ഈ ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ വരുന്ന ലൈനിങ് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നെ അതിന് ശേഷം ഈ കഴുത്തിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, അതും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ലൈനിങ് മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലിയറാക്കി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഈ കഴുത്തിൻ്റെ നമ്മൾ ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് 3 ഭാഗമായിട്ടാണല്ലോ, ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗത്ത് ചെറിയ കട്ടിങ് കൊടുക്കുക. അവിടെ മടക്കി വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ടിങ് കൊടുക്കുന്നത്. അതേപോലെ ഈ കൈക്കുഴിൻ്റെ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കുക. എന്നാൽ നമുക്ക് മടക്ക് ഓപ്പോസിറ്റ് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. മറിച്ചെടുക്കാനുള്ളതാണ്, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളത് ലൈനിങ് ഉള്ളിൽ നിന്ന് മറിച്ചെടുക്കുക. അപ്പോൾ നല്ല ഭാഗം അങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കയ്യിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, കയറ് കെട്ടാനുള്ള ഭാഗം, അതൊന്നൊരു കോലെടുത്തിട്ട് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഒന്നൊരു കോലെടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് മറിച്ച് കൊടുക്കുക. അപ്പോൾ 2 ഭാഗവും കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ ഫ്രണ്ട് ഭാഗം ഏകദേശമൊക്കെ റെഡിയായി. ഇനി ബാക്ക് ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് ഈ കൈക്കുഴിൻ്റെ അതേ വീതിയുള്ള ഒരു തുണിയാണ് ഇട്ട് എടുക്കേണ്ടത്. ബാക്കത്തെ പോർഷന് ഇങ്ങനെയാണ് വരിക, നീളത്തിൽ മാത്രം വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ ചെസ്റ്റിൻ്റെ വീതിക്കനുസരിച്ച് ഇങ്ങനെ നീളത്തിലൊരു പീസ് എടുത്തിട്ട് ആ 2 സൈഡും മാത്രം തയ്ച്ചു കൊടുക്കുക. ലൈനിങ് മേൽ 2 സൈഡും മാത്രം തയ്ച്ചു കൊടുക്കുക. അപ്പോൾ 2 സൈഡും തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഉള്ളിൽ കൂടെ ഒന്ന് മറിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നല്ല ഭാഗം ഉള്ളിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ തയ്ക്കുക, ലൈനിങ് വെച്ചിട്ട് തയ്ക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേപോലെ മറിച്ചെടുക്കുമ്പോൾ ഒരു നീളത്തിലൊരു പീസ് മാത്രമായിട്ടാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ കിട്ടും കേട്ടോ. എന്നിട്ട് അത് കിട്ടിയതിന് ശേഷം നമുക്ക് 2 ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ ഉണ്ടാവും, ബാക്ക് പീസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കിട്ടുക. ഇനിയിപ്പം നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ കൈക്കുഴിൻ്റെ ഭാഗത്തൂടെ നമ്മളെ കുട്ടികളെ ചെസ്റ്റിൻ്റെ അളവുണ്ടാവുമല്ലോ,
ആ ഭാഗത്തുനിന്ന് തയ്ച്ചു കൊടുക്കുക. രണ്ട് സൈഡും തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കെട്ടാനായിട്ട് 2 കയറുണ്ടാക്കുന്നുണ്ട് കേട്ടോ. കയറുണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. വള്ളി പിടിപ്പിക്കണമൊക്കെ എങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതെങ്ങനെ നീളത്തിൽ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് തയ്ച്ചിട്ട് മറിക്കണതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് കയറ് കിട്ടുക. അപ്പോൾ 2 കയറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻഡിലായിട്ട് ടെസലും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഇപ്പോൾ ഇനി ഈ കയറ് നമ്മൾ ആ ക്രോസിൽ കട്ട് ചെയ്തെടുത്ത ഭാഗം ഉണ്ടല്ലോ, ആ കയറ് വെച്ച ഭാഗം, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 കയറും ഒരേപോലെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഉള്ളിലേക്കായിട്ട് മടക്കി വെക്കുക കേട്ടോ. 2 ഭാഗമൊന്നും ഉള്ളിലേക്കായിട്ട് തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ മടക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം 2 ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. ഇത് 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയറ് കെട്ടുമ്പോൾ പുറത്തേക്ക് വരാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഊരി പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞാൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ കയറ് കെട്ടുമ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പം ഈ ബാക്കിലായിട്ടാണ് ഈ കയറ് വരിക, കഴുത്തിൻ്റെ ബാക്കിലായിട്ടാണ് ഈ കയറ് വരിക കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ പട്ടുപാവാടയൊക്കെ ഇട്ടാൽ ഒക്കെ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ടോപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഫ്രണ്ട് സൈഡ് ഇതേപോലെയാണ് ഇട്ടുണ്ടാവുക. നമ്മൾ ഒരു സ്കേർട്ടും കൂടി തയ്ച്ച് വെക്കുന്നുണ്ട്. ഇനി ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇട്ടുണ്ടാവുക. ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതിൽ ബാക്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് തയ്ക്കണവരുണ്ട്, എന്നാൽ കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ കിട്ടും. ഇപ്പോൾ ഇതിന് ഇലാസ്റ്റിക് ഒന്നും വെച്ചിട്ടില്ല, ഇങ്ങനെയാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇതിലെൻ്റെ സ്കേർട്ട് ഒരു ക്രീം കളറാണ് തയ്ച്ചത്. അപ്പോൾ ഇതേപോലെ തന്നെ വേറെ സെറ്റും കൂടി തയ്ച്ച് വെച്ചിട്ടുണ്ട്. 2 കുട്ടികൾക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.